വായ്പ എടുക്കുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒന്നാണ് വ്യക്തിഗത വായ്പ. എന്നാൽ വ്യക്തിഗത വായ്പകളെക്കാൾ കുറവ് പലിശ നിരക്കിൽ സ്ഥിര നിക്ഷേപത്തിന് മേൽ വായ്പ എടുക്കാൻ സാധിക്കും. സ്ഥിര നിക്ഷേപങ്ങൾ നിരവധി ആളുകൾ ചെയ്യുന്ന ഒന്നാണ്. ഒരു ബാങ്ക് ലോൺ ലഭിക്കാൻ ഈടായി സ്ഥിര നിക്ഷേപങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. ഒരു തുക നിശ്ചിത കാലത്തേക്ക് ഒരുമിച്ച് നിക്ഷേപിച്ച് അതിൽ നിന്നും പലിശ വരുമാനം ആയി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സ്ഥിര നിക്ഷേപം. ഒരു സേവിംഗ് അക്കൗണ്ടിൽ പണം ഇടുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ഫണ്ട് വളരാൻ സ്ഥിര നിക്ഷേപം സഹായിക്കുന്നുണ്ട്. സ്ഥിര നിക്ഷേപത്തിന് മുകളിൽ വായ്പകൾ എടുക്കാൻ സാധിക്കും. ഉപഭോക്താവ് സ്ഥിര നിക്ഷേപം ഈടായി നൽകുകയും പകരം വായ്പ നേടുകയും ചെയ്യാം. സ്ഥിര നിക്ഷേപമായി എത്ര രൂപയുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് വായ്പാ തുക നൽകുക. പൊതുവെ സ്ഥിര നിക്ഷേപത്തിന്റെ 90% വായ്പയായി നൽകാറുണ്ട്. ദീർഘകാലത്തെ നിക്ഷേപത്തെ ബാധിക്കാതെ തന്നെ പണം ലഭിക്കുന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത. പൊതുവെ FD നിരക്കിന് മുകളിൽ 1 മുതൽ 2% വരെ പലിശ നിരക്കിലാണ് വായ്പകൾ നൽകുന്നത്. പരമാവധി 6 മാസത്തിനുള്ളിൽ ഇത് തിരിച്ചടയ്ക്കണം. പ്രായപൂർത്തി ആയിട്ടുള്ള വ്യക്തികളുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപത്തിന് മേൽ വായ്പ എടുക്കാൻ സാധിക്കും. 5 വർഷത്തെ ടാക്സ് സേവിംഗ് FD നടത്തിയവർക്ക് ഇത്തരം വായ്പകൾ അനുവദിക്കുകയില്ല. ഒരു വ്യക്തിഗത വായ്പ എടുക്കുന്നതിനേക്കാൾ ഉചിതമാണ് ഈ രീതി. സ്ഥിര നിക്ഷേപമുള്ളവർക്ക് അതുവഴി വായ്പ എടുക്കുന്നതിലൂടെ പലിശക്കുറവിൽ വായ്പ ലഭിക്കുന്നതാണ്. ബാങ്കുകളിൽ നിന്നും ഇതിന്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്.